എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു GI Beast. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഈ യൂട്യൂബിലത്തെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ അകത്ത് എൻ്റെ അക്കൗണ്ടിൻ്റെ കളക്ഷൻസ് ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ അക്കൗണ്ട് കാണുവാണെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് കുറേ അധികം പുരോഗമനം ഈ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാൾട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സംഭവങ്ങളും എല്ലാമൊക്കെ കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ കിട്ടുമെന്നല്ല, നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ അത് കുറേ സാധനങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത് മാസ്കുകൾ കുറേ എണ്ണമുണ്ട്, ഫേസ് പെയിൻറ്റ് കുറേ എണ്ണമുണ്ട്, ഈ ഒരു ഡ്രസ്സുകൾ നമുക്ക് കുറേ എണ്ണമുണ്ട്, പാൻറ്റുകൾ, അങ്ങനെ കുറേ എണ്ണം നമ്മൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇമോട്ടുകൾ 15 എണ്ണമുണ്ട്. ഇത് നമ്മുടെ പുതിയതായിട്ട് വന്ന ജുസുസു കൈസൻ എന്ന് പറയുന്ന ആ ഒരു അനിമി ഇവൻ്റകത്തെ ഒരു ഇമോട്ടാണിത്. ഇത് മറ്റേ മിഗൂമി ബണ്ടിൽ എന്ന് പറയുന്ന ഒരു ബണ്ടിൽ കൊടുത്തി കിട്ടിയതാണ്. ലേമാട്ട് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഇമോട്ട്. പിന്നെ ഈ ഒരു അനിമേഷൻ ഇത് മറ്റേ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ്, ക്രാഫ്റ്റ് ആൻഡ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടി. പിന്നെ ഇതും മറ്റേ സ്ക്വിഡ് ഗെയിം വന്നപ്പോൾ ഞാൻ എടുത്തതാണ്. ഇത് പിന്നെ പലവർക്കും അറിയാവുന്നൊരു ഇമോട്ടായിരിക്കും, അത്യാവശ്യം ഓൾഡായിട്ടുള്ളൊരു ഇമോട്ടാണിത്. പിന്നെ ഈ ആനിമേഷൻ ഇത് നിങ്ങൾക്കറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ആനിമേഷൻ അത്രയൊക്കെ ഉള്ളു, വലിയതൊന്നുമില്ല. പിന്നെ നമ്മൾ വെപ്പണിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റേ മിസ്ത്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ AW നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ബാഡ്ജ് ഇതുണ്ട്. AW നമ്മൾ ബാഡ്ജ് അടിച്ചു. അതുപോലെ തന്നെ MB40 നമ്മൾ ബാഡ്ജ് അടിച്ചിട്ടുണ്ട്. പിന്നെ GAT നമ്മൾ ബാഡ്ജ് അടിച്ചു. പിന്നെ നമ്മൾ MB5 നമ്മൾ ബാഡ്ജ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, MB5 നമ്മൾ ബാഡ്ജ് അടിച്ചു. 4 ഗൺസ് ബാഡ്ജ് അടിച്ചിട്ടുണ്ട്. P90 ബാഡ്ജ് അടിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു CS പോയിട്ട് വരാം. ഇതിപ്പോൾ ഈ റാങ്ക് പുഷിങ് ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കളിക്കുക അത്രേ ഉള്ളൂ. ഓക്കെ, റാങ്ക് പുഷിങ് അല്ല, ഒക്കെ ഉള്ളു കേസ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഏതായാലും എൻ്റെ ഒരു AW കളി നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറയാം. പിന്നെ ഈ ഒരു ഫോണിൽ അത്രയും അത്യാവശ്യം ലാഗ് കാണും, കാരണം ഇതെൻ്റെ അത്യാവശ്യം പഴക്കമുള്ളൊരു ഫോണാണ്. എന്നുവെച്ചാൽ ഇതെൻ്റെ പണ്ടത്തെ ഫോണാണ്. എൻ്റെ അല്ല, എൻ്റെ അച്ഛൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ് ഇത്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം പഴയ ഫോണാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ലാഗ് അടിക്കും. അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പം തന്നെ എനിക്ക് അത്യാവശ്യം ലാഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നേരെ ഒന്നും കളിക്കാൻ പറ്റിയിട്ടില്ലടി. ഇവിടെ ഫുള്ള് അയ്യോ ഇവിടെ ഫുള്ളടിയ ചവിടുതേ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് വലിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് മെഡിക്കേറ്റ് അടിക്കുകയാണ്. മണ്ട ഫുള്ളടിയെന്ന് ഞാൻ കണ്ടില്ല, സൈഡിൽ നിന്ന് വന്ന അവനെ. നമുക്കൊന്ന് പാളി ഇനി നമുക്ക് ഇവിടുന്ന് കയറിപ്പോടി. ഓക്കെ, ഒരുത്തൻ നൈസായിട്ട് തന്നെ നോക്കായിട്ടുണ്ട്. അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതോ ഒരുത്തൻ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് ഏതെങ്കിലും കേസ് വെളിയിൽ 3 പേരുണ്ടോ? അവനൊറ്റയ്ക്ക. അപ്പോൾ ഇനി അവന്മാർ 2 പേരും കൂടെ ഉള്ളൂ. ഈ അവന്മാരെ കൂടെ എങ്ങനെയെങ്കിലും എനിക്ക് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ രക്ഷപ്പെട്ടു. അയ്യോ 3 പേരുണ്ട് കേസ്, അത് കഷ്ടപ്പാടാടേ. പേസ് ഒരുത്തനൊക്കെ ഷീറ്റ് എന്നെ മറ്റേ സ്പൈഡർ ഇട്ടവൻ കൊന്നു കേസ്, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അപ്പോൾ ഈ കളി നമുക്ക് എങ്ങനെയെങ്കിലും തുറക്കണം. എടാ ഇവന് ഇച്ചിരി ലൈഫ് ഉള്ളതെന്നുള്ളൂ, വേണമെങ്കിൽ നമുക്ക് അടിച്ചിടായിരുന്നു കേസ്. എന്നെ ആ സ്പൈഡർ പിടിച്ചോണ്ട് എനിക്ക് ഓടാനും പറ്റത്തില്ല, എന്നോട്ടും പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. നമ്മുടെ MB5 നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ കഴിഞ്ഞ കളി നമ്മൾ ഹീറോയ്ക്ക് അടിച്ചു. അങ്ങനെ ഇപ്പോൾ ടോട്ടലി 10 എംബ്ലമാണ് ഈ നമുക്കുള്ളത്. ഓക്കെ, അവിടെ ഇതാറ് ഇവിടെയൊക്കെ ഈ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് താരിത്തിട്ട് അപ്പുറത്തെ ടീംമേറ്റ്സ് വെട്ടും. ഷിറ്റ്, നമ്മുടെ ഒരുത്തൻ വളരെയധികം ഗുരുതരമായി മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒരുത്തനെ നോക്കാക്കി, അവൻ്റെ കില്ലും കംപ്ലീറ്റ് ആക്കി. ഇവിടെ അപ്പോൾ ഒരുത്തൻ അവനിത് പൊട്ടിക്കുകയാണോ? പൊട്ടിച്ചു. എടാ അയ്യോ ഗൈസ്, ഐഡിയ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല ഗൈസ്. 3 പേരുണ്ടായിരുന്നു. 2 കളി അവന്മാരെടുത്ത്. എൻ്റെ വേറെ ഗ്ലൂ ഇല്ലായിരുന്നു. അവനപ്പോൾ സൈഡിൽ നിന്ന് വന്നടിച്ചാണേ. നമ്മളേതായാലും നമ്മുടെ സ്പെഷ്യൽ ഗണ്ണായിട്ടുള്ള AW എടുത്തു. AW വെച്ചിട്ട് കളി കളിക്കാം. പമ്പര 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 പമ്പര. എന്താ അവന്മാര്? അയ്യോ ഗൈസ്, ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്, എനിക്ക് ലാഗാ. അപ്പുറത്താന്നു ഗൈസ്. ഫ്ലാഗ് ഷിറ്റ് ഗൈസ്, ഇതുപോലും എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. കൊടുക്കത്തെ ലാഗാണ് ഗൈസ്. ഏതായാലും നമ്മുടെ കയ്യിൽ മറ്റേ സാധനം ഉണ്ടായതുകൊണ്ട് നമ്മൾ അവന് ഹെൽപ്പിംഗ് അപ്പ് ഇട്ടെടുത്തതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഏതായാലും ഇപ്പുറത്തെ സൈഡ് നോക്കാം ഗൈസ്. അവിടെ എനിക്ക് അയ്യോ എടാ ചാവരുതടാ. ഓക്കെ, അവനെ നമ്മൾ നോക്കാക്കി. ഓടാ ഷിറ്റ്. കേസ് അവൻ ഒരുത്തനേ ഉള്ളൂ. ബേസ് എനിക്ക് നല്ല ലാഗ് കേട്ടോ. അതാണ് എന്നിലുള്ള പ്രശ്നം. അവിടെ കണ്ടോ, എനിക്ക് ഒടുക്കത്തെ ലാഗാണ് ഗൈസ്. ഈ വീഡിയോയും കൂടെ ചെയ്യുന്നതുകൊണ്ട്, എന്നുവെച്ചാൽ നമ്മൾ ഈ റെക്കോർഡും കൂടെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ലാഗ് അടിക്കുന്നുണ്ട്. നേരത്തെ ഇത്രയും ലാഗ് ഇല്ലായിരുന്നു. സാധാരണ ഇത്രയും ലാഗ് വരരുത്. ഇതിപ്പോൾ ഈ വീഡിയോ കൂടെ ചെയ്യുന്നതുകൊണ്ട് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഷിറ്റ്, എടാ ഇനി ഞാൻ എങ്ങനെ കളിക്കൂടെ? എൻ്റെ അയ്യോ ലാഗാണേ. പ്ലീസ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് അടിക്കുക ഗൈസ്, ലൈക്ക് അടിക്കൂ. അയ്യോ, നമുക്ക് ഈ കളി എങ്ങനെയെങ്കിലും പിടിക്കണോടി. ഇതൊക്കെ എന്തുവാടേ? ഇരി പ്ലീസ്. നമ്മൾ അവനെ സ്കോപ്പ് ഇട്ട് വെച്ചേക്കാണ്, അവനൊന്നും കാണുന്നില്ല. ഇവനൊക്കെ ഏത് കാട്ടിപ്പോയി? ഇപ്പുറത്ത് ഒരുത്തനൊക്കെ ഉണ്ട്. അവന്മാരെ പോയി അടിക്കാം. ഓക്കെ, ഒരുത്തനെ നോക്കാക്കി. അയ്യോ എടാ, എന്നെ റിവ്യൂ ചെയ്യാവോ? താങ്ക് യു. എടാ അവനൊന്ന് തീർത്തേ. കൊള്ളാം. എടാ പിന്നെ എന്നെ തീർത്തു. എടാ വാടാ. എടാ റിവ്യൂ.
ഫാസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ ദ റിവൈവ് ബ്രോ. ബേസ് നമ്മൾ ഇവിടെ ഇരുന്നൊന്ന് ഇത് മെഡിക്കേറ്റ് അടിക്കട്ടെ. താഴോട്ടിറങ്ങണ്ട, താഴോട്ടിറങ്ങിയ സേഫല്ല ഒന്നും നമ്മൾ പറയത്തില്ല. പക്ഷെ നമ്മൾ പറയും അവിടെ നമ്മളെല്ലാത്തിനും ഡാമേജും കൊടുക്കുക. എന്നിട്ട് അവന്മാരെല്ലാം അത് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ അവന്മാർ കൊണ്ടുപോട്ടെ, അതാണ് നല്ലത്. കാരണം എൻ്റെ കയ്യിൽ എനിക്ക് ഒന്നാമത് ലാഗ് അടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ വലിയ ഇതടിക്കാൻ പോയി കഴിഞ്ഞാൽ മൂഞ്ചി കുത്തിയിരിക്കും. ഏതെടുക്കണം? ഡെസേർട്ട് എടുക്കണോ? ഇതെടുക്കാം. മിനിയൂസിയാണ് ഷോർട്ട് റേഞ്ച് ഇച്ചിരി നല്ലത്. മറ്റേ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയാലോ. നമുക്ക് ഈ ഇതിലെ കൂടെ പോയി അടിക്കാം. ദാറ്റ് ഈസ് ബെറ്റർ. നമ്മുടെ സ്പ്രിൻ്റ് ഷൂസ് എടുക്കുക, ഒന്നും കൂടെ എടുക്കുക. അവനൊക്കെ കേസ്. അപ്പോൾ ഈ സൂര്യത്തിന് നമ്മൾ നല്ല ഇതായിട്ട് തന്നെ നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ സൂര്യത്തിനും കൂടെ നോക്കായി. ഹെഡ് അടിച്ച് പേസ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഷീറ്റ് ഗൈസ്. എടാ രക്ഷിക്ക്. ഓക്കെ, താങ്ക് യു. എനിക്ക് സന്തോഷമായി. ഇപ്പോൾ ഇനി 2 പേരും കൊണ്ടുണ്ടോ? ഇനി 2 പേര്, നമ്മൾ 3 പേരുണ്ട്. എടുത്ത് 150 കൊടുത്തു. ഈ സ്വരത്തിന് നമ്മൾ 150 കൊടുത്തു. നോക്കായി. എടാ ഈ സീറ്റിന് അടിച്ചടാ. ആരെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാവോ? അപ്പോൾ ഈ 1v1 മാച്ചാണ്. ഓക്കേടാ, പൊളി. അപ്പോൾ ഈ 1v1 മാച്ചിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. പ്ലീസ്, അവൻ എന്നെ അടിച്ചത് എങ്ങനെയാ നോക്കട്ടെ. ഓഫ് ഷിറ്റ്. മഴ പോയി, സോറി. പിന്നെ ഒരു 90 തന്നു, ഒരു 100 തന്നു. നമ്മൾ ഡെഡായി. എന്നാലും അത് ഒടുക്കത്തെ ഒരു ഡെഡായിപ്പോയി. അവിടെ ഒന്നും റിക്വസ്റ്റ് ചോദിക്കാൻ പറ്റത്തില്ല. അവന്മാർ കാശ് ഫുള്ളും തീർത്തു. എന്ത് എൻ്റെ കയ്യിൽ ആകെ കേസ് ഒരു ഏടോളി ഉണ്ട്. ഡബിൾ ഏടോളിയും പോലും ഇല്ല. നോക്കാം പിടിക്കാൻ പറ്റുമോ. നമ്മൾ പിന്നെ പണ്ടേ മാസല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോഴും പോകും കേസ്. ആദ്യമേ ആവുന്നത് ഞാനായിരിക്കുന്നു മാത്രം. പക്ഷെ അവനെ എനിക്ക് അടിക്കാമെന്നായിരുന്നു. എനിക്ക് കിട്ടിയില്ല, ആളെ കിട്ടിയില്ല. പൊട്ടിക്ക്. ആ പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ചോളാം. ഇതെന്താണ് അവനൊക്കെ ചാവത്തെ? അവനൊക്കെ എന്നാ സാധനം. ഈ സീനി ഒരുത്തിനും കൂടെ ഉള്ളു, പേടിക്കണ്ട. ബാക്കിയുള്ള 3 പേര് ചത്തിട്ടുണ്ട്. മറ്റവൻ ഏതോ ഒരു ഷൊണ്ണാപ്പിയ, അതിനെ നമുക്ക് പെട്ടെന്ന് എതിർക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒട്ടും ഫിയറില്ലാതെ എന്ന് പറഞ്ഞോളൂ ചത്തു. നമ്മുടെ ടീമേറ്റ്സ് ഉള്ളപ്പോൾ പിന്നെ നമ്മളുടെ തന്നെ ഐസ് പേടിക്കുന്നത്. അയ്യോ, അങ്ങനെ നമ്മൾ 1 സ്റ്റാറും കൂടെ അടിച്ചു. നമ്മുടെ ഈ ഒരു ഇത് നമുക്ക് ഹീറോയ്ക്ക് അടിക്കണം. അതൊക്കെ നമ്മളിനി വരുന്ന കളിയിലൊക്കെ അടിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ആക്കി ഇടണം ഇതുപോലെ തന്നെ. പക്ഷേ എപ്പോഴും ഇതുപോലെ തന്നെ എല്ലാ കളിയും ജയിക്കണമെന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ലാഗ് അടിക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ജയിക്കാൻ സാധ്യത കുറവാണ്. ഏതായാലും ഗൈസ്, നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരൊക്കെ പറയുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ. അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ റോഡ് ടു 100 സബ്സ്ക്രൈബ്സാണ് നമ്മുടെ ഇത് ടാർഗറ്റ്. അതടിക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ
1000. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു, ഗുഡ് ബൈ.